വീട്ടിൽ വെള്ളമില്ലാത്തതുകൊണ്ടാണോ പലരും ഇവിടെ വന്ന് കുളിച്ചിട്ടൊക്കെയാ പോയത്? അത് സ്വാഭാവികമായിട്ട് ഇത് വന്ന് കാണുമ്പോൾ ഒരു കാഴ്ചയാണ്. പണ്ട് ഏതെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അവിടെ ഒരു വെള്ളച്ചാട്ടം. അങ്ങനെ ഇതിപ്പോൾ നേരിൽ നമ്മൾ മുമ്പിൽ തന്നെ കാണുകയാണ്. ഇത്രയും കണ്ണീര് കൊടുത്തിട്ട് വെള്ളം ഇത്രയും പിന്നിൽ ഇത്രയും പ്രഷറോടുകൂടി പോകുമ്പോൾ എത്ര വീടുകളിൽ ചെല്ലാനുള്ള വെള്ളമാണ് ഈ പിന്നിൽ പോകുന്നത് നമ്മൾ മനസ്സിലാക്കുക. ഏകദേശം 3 മണിക്കൂറായി ഇതാണ് അവസ്ഥ. അതായത് ചാത്തന്നൂരിന് സമീപമാണ് ജലവിതരണത്തിൻ്റെ ആ പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 3 നില കെട്ടിടത്തിന് മുകളിലേക്കാണ്, അത്രത്തോളം ഉയരത്തിലാണ് ഇപ്പോഴും ഈ വെള്ളം ഇത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഒരു പ്രഷറിലാണ്, വലിയൊരു മർദ്ദത്തിലാണ് ഈ വെള്ളം ഇത്തരത്തിൽ പുറത്തേക്ക് വരുന്നതെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പുനലൂരിൽ നിന്നും ഈ കൊട്ടിയം ഉൾപ്പെടെയുള്ള ഭാഗത്തേക്ക് ജലവിതരണത്തിനായി വരുന്ന പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത്. എന്താണ് ആ കാരണം എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല ഇത്രയും സമയമായിട്ടും ഏകദേശം 12 മണിയോടുകൂടെയാണ് ഈ പൈപ്പ് പൊട്ടിയതെങ്കിൽ പോലും ഇതുവരെയും ആ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഹൈവേ നിർമ്മാണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരോ ആരും തന്നെ ഇവിടെ എത്തിയ കാര്യങ്ങൾ ഇതുവരെയും പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ വെള്ളം, അതായത് ഈ പുനലൂരിൽ നിന്നും വരുന്ന ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനാണ് ഇത്തരത്തിൽ പൊട്ടിയിരിക്കുന്നത്. ആദ്യത്തെ സംഭവമല്ല. മാത്രമല്ല 12 മണിയോടുകൂടെ പൊട്ടിയ ഈ പൈപ്പ് ഇപ്പോൾ ഈ ഭാഗത്തറിയാം വലിയ രീതിയിലാണ് ആളുകൾക്ക് ഈ വേനൽക്കാലത്ത് കുടിവെള്ളത്തിന് പോലും പ്രശ്നമുണ്ടാകുന്ന ഈ സമയത്താണ് ഈ റോഡാകെ ഇത്തരത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കിലോമീറ്ററുകളോളം, കാര്യം ഇത് ചെറിയ ഒരു താഴ്ചയുള്ള സ്ഥലമാണ്, കിലോമീറ്ററുകളോളമാണ് ഈ പ്രധാന പാതയിലൂടെ ഈ വെള്ളം ഇത്തരത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കാര്യം. കഴിഞ്ഞ ഞായറാഴ്ചയും ഇത്തരത്തിൽ ഈ സമീപത്തായിട്ട് പൈപ്പ് പൊട്ടി വലിയ രീതിയിൽ റോഡിലൂടെ വെള്ളം ഒഴുകുകയും ചെയ്തിട്ടുണ്ടായിരുന്നതായി നാട്ടുകാർ പരാതി പറയുന്നുണ്ട്. ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കുടിവെള്ള പൈപ്പുകളൊക്കെ പല സ്ഥലങ്ങളിലും മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് മാറ്റി പുതിയവ സ്ഥാപിക്കാത്തതാണ് ഇത്തരത്തിലൊരു പ്രശ്നത്തിന് കാരണമെന്നുള്ളതാണ് നാട്ടുകാർ പരാതിയായി പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, പല സ്ഥലങ്ങളിലും ഈ മാറ്റി സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാത്രം ഇവിടെ നിന്നും ആ മണ്ണ് മാറ്റി ബാക്കി പണികളൊക്കെ നടത്താനായി പൈപ്പൊക്കെ കൊണ്ടിട്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് പൊട്ടിയിരിക്കുന്നത്. സാധാരണയായിട്ട് ഈ പ്രഷർ പരിശോധിക്കുമ്പോൾ, വെള്ളം കടത്തി വിട്ടുകൊണ്ട് പ്രഷർ പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു പൊട്ടലുണ്ടാകുന്നതെങ്കിൽ എന്താണ് ഇപ്പോൾ ഈ പൊട്ടലുണ്ടായതിൻ്റെ കാരണം എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ആളുകൾ കുടിക്കേണ്ടുന്ന വെള്ളം മണിക്കൂറുകളായി പാഴായി പോകുന്നു. ഒരുപക്ഷെ ഇതിനെ പെട്ടെന്ന് നിയന്ത്രിച്ച് നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. വലിയ പ്രഷറിലാണ് ഈ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം തന്നെ ഇപ്പോൾ ഒഴുകി പോവുകയും ചെയ്തിട്ടുണ്ട്. വൈകുന്നേരത്തോടെ മാത്രമേ ഒരുപക്ഷെ, കാര്യം നേരത്തെ ഇതിനേക്കാളും വലിയ ഉയരത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു 3 നില കെട്ടിടത്തിൻ്റെ മാത്രം ഉയരത്തിലേക്ക് താഴ്ന്നു കൊണ്ടുവരികയാണ്. മണിക്കൂറുകളെടുത്ത് മാത്രമേ ഈ വെള്ളം ഇത്തരത്തിൽ പൊന്തി കളഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ നിയന്ത്രിക്കാൻ കഴിയൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആളുകളും വലിയ രീതിയിൽ പരാതി ഉന്നയിക്കുന്നു. നിരന്തരമായി ഇത്തരത്തിൽ ഈ വെള്ളം പൊട്ടി പുറത്തേക്ക് ഒഴുകി കുടിവെള്ളം നശിക്കുന്നതിനെതിരെ. വെള്ളം ആദ്യമായിട്ടല്ല പൊട്ടുന്നത്, എന്താണ് അല്ല, ഇത് റോഡ് പണിയുമായി സംബന്ധപ്പെട്ട് അവർക്കുള്ള JCB മറ്റുള്ള വാഹനങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് അറിയില്ല ഇത് എവിടെയാണ് പൈപ്പ് ലൈൻ പോകുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ പ്രദേശത്തുള്ള ഇതിന് മുൻപ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഇത് ചെയ്തിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഇത് പറഞ്ഞു കൊടുക്കും ഇന്ന ഭാഗങ്ങളിലുണ്ടെന്നുള്ളത്. ഇത് അടുത്തുള്ള പ്രദേശങ്ങൾ ഒരുപാട് ഇപ്പോഴത്തെ ചൂട് അറിയാമല്ലോ, അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ചൂട് അനുഭവിക്കുന്നത് വെള്ളത്തിന് ഒരുപാട് ക്ഷാമങ്ങളുള്ള ഭാഗം കൂടാണ്. നമ്മൾ ഇത്തിക്കര അടുത്തുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ആഴത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഈ വെള്ളം ഇത്രയും കാണാൻ നിങ്ങൾ എൻ്റെ പിന്നിൽ കാണാൻ പറ്റും. അത്രത്തോളം വെള്ളം പാഴായി ഒരുപാട് വെള്ളം കിട്ടാനുണ്ട്. ഒരുപാട് പേരും സ്ഥലത്തെ മെമ്പർമാരെ അല്ലെങ്കിൽ ഈ നമ്മളെ ഈ സ്നേഹിതനെയൊക്കെ വിളിച്ച് ഒരുപാട് പേര് പറയുന്നുണ്ട് വെള്ളമില്ലെന്ന്. നമ്മൾ അവസ്ഥ ഇതാണ്, പിന്നിൽ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ പൈപ്പ് ലൈൻ പൊട്ടിപ്പോകുന്നുണ്ട്. അല്ല, അവർ ശ്രദ്ധിക്കുന്നില്ല, അതാണ്. അല്ലെങ്കിൽ അവർ ഏൽപ്പിക്കുന്ന അവരെ വർക്കർ അല്ലെങ്കിൽ അവരുടെ ലേബേഴ്സ് അത് വളരെ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് പറയാനുള്ളത്. ഇത് വെള്ളം കിട്ടാറിയപ്പോൾ നമ്മൾ ആരടുത്ത് പരാതി വേണ്ട കാര്യങ്ങളില്ല. ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതാണ്. ശ്രദ്ധിച്ച് ചെയ്താൽ നല്ല കാര്യം തന്നെയാണ് വേണ്ടുള്ളത്. ഇതാരും ശ്രദ്ധിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ശീമാട്ടി ചാത്തനും വെള്ളത്തിന് ഭയങ്കര ക്ഷാമങ്ങളാണ്. സാറിന് വേണമെങ്കിൽ ജസ്റ്റ് അങ്ങോട്ടൊന്ന് കയറിയാൽ പ്രദേശവാസികൾ ചോദിച്ചാൽ അറിയാൻ പറ്റും വെള്ളത്തിൻ്റെ ക്ഷാമം എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ളത്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. ഡെയിലി ഇതാണ്, 2 ദിവസം വെള്ളം ഉണ്ടെങ്കിൽ 3 രാത്രി 12 മണിക്ക് വെള്ളം വന്നാൽ ആരാണ് എണ്ണിച്ച് സാറേ ഈ ചൂട് സമയത്ത്? അപ്പോഴായിരിക്കും നമുക്കൊരു മയക്കം കിട്ടുന്നത്. ആ സമയത്തായിരിക്കും വന്നിട്ട് വെള്ളം പിടിക്കാൻ പറഞ്ഞാൽ വെള്ളം കിട്ടത്തില്ല. കംപ്ലീറ്റ് ഭാഗങ്ങളിൽ ഇങ്ങനെ പൈപ്പ് ലൈൻ പൊട്ടുന്നത്. ഇത് മാത്രമല്ല, നിങ്ങൾ കുട്ടിത്തൊട്ട് പോയാൽ കാണാൻ പറ്റും, അതിന് തൊട്ട് ബാക്കിലോട്ട് പോയാൽ കാണാൻ പറ്റും. ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് കേൾക്കുന്നവരോ അല്ലെങ്കിൽ കാണുന്നവരോ ഉണ്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ട് ദയവ് ചെയ്ത് ഇതിനൊരു പരിഹാരം കണ്ടെത്തിക്കണം. വീട്ടിൽ വെള്ളമില്ലാത്തതുകൊണ്ടാണോ പലരും ഇവിടെ വന്ന് കുളിച്ചിട്ടൊക്കെയാ പോയത്? അത് സ്വാഭാവികമായിട്ട് ഇത് വന്ന് കാണുമ്പോൾ ഒരു കാഴ്ചയാണ്.
പണ്ട് ഏതെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അവിടെ ഒരു വെള്ളച്ചാട്ടം. അങ്ങനെ ഇതിപ്പോൾ നേരിൽ നമ്മൾ മുമ്പിൽ തന്നെ കാണുകയാണ്. ഇത്രയും കണ്ണീര് കൊടുത്തിട്ട് വെള്ളം ഇത്രയും പിന്നിൽ ഇത്രയും പ്രഷറോടുകൂടി പോകുമ്പോൾ എത്ര വീടുകളിൽ ചെല്ലാനുള്ള വെള്ളമാണ് ഈ പിന്നിൽ പോകുന്നത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ദയവേത് ഇതിൻ്റെ അധികാരികൾ അല്ലെങ്കിൽ അധികാരിപ്പെട്ടവർ ഏൽപ്പിച്ചവർ ദയവേത് ഇത് വളരെ ശ്രദ്ധിക്കണം. ഇത് ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ചെയ്യണം എന്നേ നമുക്ക് പറയാനുള്ളൂ. കൊല്ലത്ത് നിന്ന് ക്യാമറ പേഴ്സൺ രതീഷ് മാടമ്പിച്ചലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.